ആളൂർ പഞ്ചായത്തിലെ കാൽവരിക്കുന്നിൽ 4 പതിറ്റാണ്ട് കരഭൂമിയായി കിടക്കുന്ന സ്ഥലത്തെ മണ്ണും മരങ്ങളും മുറിച്ചു മാറ്റുവാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ശനിയാഴ്ച JCBയും മറ്റും ഉപയോഗിച്ച് മണ്ണ് മാറ്റുവാൻ തുടങ്ങിയെങ്കിലും ചെളിയിൽ JCBയും ലോറിയും താഴ്ന്നു പോകുന്നതിനാൽ നിർമ്മാണ ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് സ്ഥലയുടമ ജോൺസൺ പറയുന്നു. ആളൂർ പഞ്ചായത്തിലെ കാൽവരിക്കുന്നിൽ ഭൂമി തരം മാറ്റിക്കൊടുത്ത ആളൂർ പഞ്ചായത്ത് അധികൃതർ ഒരു വ്യക്തിയുടെ സ്ഥലം മാത്രം തരം മാറ്റിക്കൊടുക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പരാതി. അരിക്കാടൻ ജോൺസൺ എന്നാളുടെ 1/2 ഏക്കറോളം വരുന്ന ഭൂമി തണ്ണീർത്തട നിയമപ്രകാരമുള്ളതാണെന്നും അതിനാൽ ഭൂമി പഴയ നിലയിലാക്കണമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. വെള്ളവും ചെളിയും കാരണം മാർച്ച് മാസം വരെ സമയം അനുവദിക്കണമെന്ന് കാണിച്ച് സ്ഥലയുടമ പരാതി നൽകിയിട്ടും തീരുമാനമെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് സ്ഥലയുടമ ജോൺസൺ പറയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു കാര്യം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ആളൂർ വില്ലേജ് ഓഫീസർ വന്ന് എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ തരാണ്. നാളെ കാലത്ത് 9 മണിക്ക് പഞ്ചായത്ത് എൻ്റെ നേതൃത്വത്തിൽ മണ്ണ് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകും, മരങ്ങളും മണ്ണും കയറ്റി കൊണ്ടുപോകുമെന്ന് ഉള്ളൊരു കാര്യം പറഞ്ഞു. ലെറ്റർ ഒപ്പിടിപ്പിച്ചു 6 മണിക്ക്. അപ്പോൾ ഇത് സംഭവം ഒരുപാട് വർഷങ്ങളായിട്ട് പൊരുന്നുകുന്ന് എന്ന് പറയുന്ന ഈ മേഖലയിലത്തെ മൊത്തം വെള്ളം ഈ റെയിലിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. ഈ വെള്ളം കടന്നു വരുന്ന സ്ഥലത്ത് ഈ സ്വാധീനമുള്ള ആൾക്കാരൊക്കെ കെട്ടി അത് കരഭൂമിയാക്കി മാറ്റി. ഞാൻ അങ്ങനെ തോടുണ്ടാക്കി ഒരു പെർമനന്റ് തോട്, സ്കെച്ച് പ്രകാരം ഇവിടെ തോടില്ല. 2015 അളന്നു, തഹസിൽദാർ അളന്ന് സ്കെച്ച് തന്നതാണ് എനിക്ക്. എന്നിട്ട് ഈ തോടുണ്ടാക്കിയതിന് അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുവന്ന് തരാണ് ചെയ്തത്. അവിടെ തോട് വേണ്ട, പിന്നെന്ത് വേണം? ഈ 40-45 വർഷമായിട്ട് നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത ഈ സ്ഥലത്ത് എങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യണ്ടേ? പക്ഷെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ, എന്ത് കൃഷി ചെയ്യാനും ചീഞ്ഞു പോണ കാരണം ഞാൻ കൃഷി ചെയ്ത് നിർത്തി. കരഭൂമിയായി കിടക്കുന്ന ഭൂമിയിലെ മണ്ണും മരങ്ങളും മാറ്റുന്നതോടെ ഇപ്പോഴത്തെ തോട് ഇല്ലാതാക്കുമെന്നും ഇതോടെ വെള്ളമില്ലാതെ കൃഷി ചെയ്യുവാൻ സാധിക്കുകയില്ലെന്നുമാണ് കർഷകർ പറയുന്നത്. ഈ സ്ഥലം വെറും വിജനമായിട്ട് പാടങ്ങളായിട്ട് പണ്ടോട് നടന്നിരുന്നതാണ്. ഇവിടെ വഴിയോ അതുപോലെ ഒന്നുമില്ല. റെയിൽവേ ട്രാക്കാണ് ഒരു ഇതിലുള്ളത്. ഈ റെയിൽവേ ട്രാക്കിന് സമീപം കൂടിയിട്ട് പഞ്ചായത്ത് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ അതിന് പാലം വേണമെന്ന് പറഞ്ഞ് പാലം പണിതു. ഈ പാലം കെട്ടി വന്നപ്പോഴാണ് ഇതിൻ്റെ വെള്ളം ഈ കണ്ടങ്ങളിലേക്ക് പോരാനായിട്ട് ഇടയാവുന്നത്. വെള്ളം ഇങ്ങോട്ട് കിഴക്കോട്ട് ഒഴുകിയിരുന്ന വെള്ളം അതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളതായ നിലത്തിൻ്റെ ഉടമസ്ഥൻ കല്ല് വെച്ച് കെട്ടി ബന്ദോബസ്താക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം താഴോട്ട് പോകാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതായി. ശനിയാഴ്ച JCBയും മറ്റും ഉപയോഗിച്ച് മണ്ണ് മാറ്റുവാൻ തുടങ്ങിയെങ്കിലും ചെളിയിൽ JCBയും ലോറിയും താഴ്ന്നു പോകുന്നതിനാൽ നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് സ്ഥലയുടമ ജോൺസൺ പറയുന്നത്. വിദേശത്തായിരുന്ന ജോൺസൺ കൃഷിയോടുള്ള താല്പര്യം കാരണമാണ് തന്റെ ഭൂമിയിലൂടെ തോടുണ്ടാക്കി പാടശേഖരത്തിലേക്ക് വെള്ളം എത്തിച്ച് കർഷകർക്ക് സൗകര്യം ഒരുക്കിയിരുന്നത്. ഭൂരേഖ തഹസിൽദാർ, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, ആളൂർ.